കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കൻ ഒരു ഉണ്ണിക്കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. പിണച്ചു വെച്ച രണ്ട് കാലും വലുതാ, പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കണ്ട ഒരു മിടുമിടുക്കൻ, നല്ല ഭംഗിയാ കാണാൻ. തടിച്ചുരുണ്ട് മിടുക്കൻ ഒരു ഉണ്ണി. കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ടുമാല, അതിൻ്റെ മുകളിൽ ഒരു പതക്കം പോലത്തെ മാല, പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൗതുകമുണ്ട്. യശോദമ്മ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നോടൊക്കെ ചുണ്ടോടടുപ്പിച്ച് രണ്ട് കൈയോട് കൂടി പൊന്നോടൊക്കെ പിടുത്തിട്ട് ചുണ്ടോടടുപ്പിച്ച് വെച്ചിട്ട് വേണുഗാനം പിടിക്കുക. നല്ല ഭംഗിയായിട്ടുള്ളൊരു മുരളീധരൻ. നല്ല ഭംഗിയാ കാണാൻ, നല്ല സന്തോഷമാണ് കാണാൻ. അത്ര രസമായിട്ടാ ചാർത്തിരിക്കണം കേട്ടോ. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിവിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടു കൂടി. ആ മന്ദഹാസം കണ്ടാൽ തന്നെ, ആ രൂപം കണ്ടാൽ തന്നെ, മന്ദഹസ്തി കൊണ്ട് നിൽക്കണ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ തന്നെ മനസ്സിന് നല്ല തണുപ്പാണ്, നല്ല സന്തോഷമാവും നമുക്ക്. അങ്ങനെ രസമായിട്ട് വേണുഗാനം പൊഴിക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിവിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിന് മുകളിൽ ആ തെച്ചിയും തുളസിയായിട്ട് ഒരു തിരുമുടി മാല, പിന്നെന്താ താമരയും തുളസിയായിട്ട് ഒരു തിരുമുടി മാല, അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ. ഒന്ന് വെളുത്ത പൂവ് മാത്രമായിട്ട് താഴത്തേക്ക് ഇങ്ങനെ തുളസിപ്പൂവായിട്ട് തൃപ്പാദത്തിൽ കയറ്റം മുറിക്കുക. മറ്റേതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, അങ്ങനെയായിട്ടുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലയും രണ്ട് തിരുമുടി മാലയും ചാർത്തിരിക്കുന്നത്. നല്ല കൗതുക മുരളീധരനെ കാണാൻ. ആ ഓടക്കോഴം വിളിച്ച ഭക്തന്മാരെങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ഈ തിരുമുടി മാലകളുടെ ഒക്കെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. താമരയും തുളസിയായിട്ട് 2 പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ട് 1, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും അങ്ങനെ 1, പിന്നെ തുളസിപ്പൂവ് മാത്രമായി, കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് 2, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ്. മുരളീധരൻ കാലും പിണച്ചു വെച്ചിട്ട് മുരളി കാഴ്ച കൊണ്ട് നിൽക്കണം. ആ മുരളീധരനെ കാണാൻ നല്ല കൗതുകാട്ടോ. മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കും, നല്ല സന്തോഷമാവും ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. രോമാഞ്ചമംഗത്തിലണിഞ്ഞുകൊണ്ടും പ്രേമാശ്രു നേത്രങ്ങളിൽ വാർത്തുകൊണ്ടും ശ്രീമന്മുരാരാധിയെ ഉള്ളിലോർത്തു നാമം ജപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാതാലയത്തിൽ പുരുഷോത്തമൻ ലീലാവിലാസങ്ങൾ പറഞ്ഞുകൊണ്ടും തൃക്കാലടി താമരയോർത്തുകൊണ്ടും പോക്കുന്നു കാലം ചില ഭാഗ്യവാന്മാർ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ മുരളീധരനായിട്ട് വേണുഗാനം പൊഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് കാല് പിണച്ചു വെച്ചുകൊണ്ടാണ് കേട്ടോ. അതന്നെ ഒരു കൗതുകം. ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ നല്ല കൗതുകം. ആ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ പിണച്ചു വെച്ചിരിക്കുന്ന തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ചിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കെ മന്ദഹസിച്ചുകൊണ്ട് നല്ല മനസ്സിന് നല്ല സന്തോഷവും കണ്ടാൽ തന്നെ അത്ര രസമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് വേണു കുതിയും കൊണ്ട് നിൽക്കണം ആ ഉണ്ണിക്കണ്ണനെ. എൻ്റെ മുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാമെന്ന് നമുക്ക്. കണ്ണാനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണിക്കണ്ണനോട് ഒരു ഭക്തി ഉണ്ടാക്കി തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഉറക്ക നാമം ജപിക്കില്ലേ നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ. ഹരേ ഹരേ.